Hi all, welcome to my channel. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. അതിൽ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വാട്ട് ഈസ് എ സ്ട്രക്ചർ? അപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾക്കൊരു എക്സാമ്പിളിൽ കൂടി നോക്കാം. ഇവിടെ ഞാനൊരു സ്റ്റുഡൻറ് ID കാർഡിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ ID കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും ഓഫീസിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാവരും ID കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ID കാർഡിനെ നമുക്ക് കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ID കാർഡിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉള്ളത്? സ്റ്റുഡൻറ്റിൻ്റെ ID കാർഡ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ID ഉണ്ട്, സ്റ്റുഡൻറ്റ് നെയിം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ബ്ലഡ് ഗ്രൂപ്പ്, അഡ്രസ്സ്, ഇങ്ങനെ ഒരുപാട് ഡാറ്റ ഉണ്ട്. ഇതൊരു കോമ്പോസിഷൻ ഓഫ് ഡാറ്റാസ് ആണ്, ഡിഫറെൻറ്റ് ഡാറ്റയാണ് ഉള്ളത്. അപ്പം ഈ ഓരോ ഡാറ്റയും നമ്മൾക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓരോ ഡാറ്റ ടൈപ്പ് വേണം. നമ്മൾ C+++1 മുതലേ പഠിച്ചു തുടങ്ങിയതാണ്. +1 മുതൽ നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു നമ്പർ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഏത് ഡാറ്റ ടൈപ്പ് വേണം? ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുമ്പോൾ സ്റ്റുഡൻറ്റ് ID 1 2 3 4 5 ആണ്. അത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഇൻറ്റിജർ അല്ലെങ്കിൽ ഷോർട്ട് ഇൻറ്റ് വേണം. ഈ സ്റ്റുഡൻറ്റ് നെയിം ആണെങ്കിൽ ഒരു ക്യാരക്ടർ അറേ വേണം, ബ്ലഡ് ഗ്രൂപ്പിന് ക്യാരക്ടർ അറേ വേണം, അഡ്രസ്സിന് ക്യാരക്ടർ അറേ വേണം. ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതിന് വേണ്ടി ഒരു സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യുക? അതിനെ 3 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ട് 3 ഇൻറ്റിജറിൽ സ്റ്റോർ ചെയ്യും. നമുക്ക് ഈ ഒരു അഡ്രസ്സ് മാത്രം എടുത്ത് നോക്കുക തന്നെ, അഡ്രസ്സ് തന്നെ എന്തൊക്കെയുണ്ട്? കോമ്പോസിറ്റ് ഡാറ്റ. അപ്പോൾ ഇതുപോലെയുള്ള കോമ്പോസിറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് C++ൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾക്ക് ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് IDനെ തന്നെ നമുക്കൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് C++ൽ നമ്മൾക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഇല്ല. ബട്ട് C++ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യൂസർക്ക് തന്നെ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാം. അതായത് ഇതുപോലുള്ള കോമ്പോസിറ്റ് ഡാറ്റാസിനെ, ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ ടൈപ്പ് യൂസേഴ്സിന് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഡാറ്റ ടൈപ്പിനെയാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഈ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട രീതിയിലുള്ള കോമ്പോസിറ്റ് ഡാറ്റാസിനെ, ഗ്രൂപ്പ് ഓഫ് ഡാറ്റേനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം കോമ്പോസിറ്റ് ഡാറ്റേനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. Structure is a user-defined data type used to represent collection of logically related different data items under a common name. അപ്പോൾ ഒരു collection of dissimilar data, but they are logically related ആയിരിക്കും. ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഡിസിമിലർ ഡാറ്റേനെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ പോലെ തന്നെ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേറെ ഡാറ്റ ടൈപ്പ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഏതാണത്? എറേ. എറേ എന്താണ്? എറേ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ഐറ്റംസ് ആണ്, അല്ലേ? ഒരു സിമിലർ ഡാറ്റ ഐറ്റത്തിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എറേ യൂസ് ചെയ്തത്. അപ്പം എറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്, ഒന്ന് സിമിലർ ഡാറ്റ ഐറ്റംസിൻ്റെ കളക്ഷനാണ്, സ്ട്രക്ചർ ഡിഫറെൻറ്റ് ഡാറ്റ ഐറ്റത്തിൻ്റെ കളക്ഷനാണ്. രണ്ടും കളക്ഷൻ ഓഫ് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ്. ബട്ട് എറേയിൽ സിമിലർ ഡാറ്റ ഐറ്റംസ് ആണ്, സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ് ഉണ്ടാവുന്നത്. ഇനി എങ്ങനെയാണ് C++ൽ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്? അതിനുള്ള സിൻടാക്സ് ആണ് കാണിച്ചിട്ടുള്ളത്. സ്ട്രക്ട്, സ്ട്രക്ചർ ടാഗ്, ഓപ്പണിംഗ് ബ്രേസ്, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 2, എക്സെട്ര, ഡാറ്റ ടൈപ്പ് വേരിയബിൾ n, ക്ലോസിംഗ് ബ്രേസ്. ഇവിടെ സ്ട്രക്ട് എന്ന് പറയുന്നത് കീവേഡ് ആണ്. സ്ട്രക്ചർ ടാഗ് സ്ട്രക്ചറിൻ്റെ നെയിം ആണ്. Struct is the keyword used to instruct the compiler that we are going to define a new data type of structure tag. Structure tag is a valid C++ identifier ആണ്. അതായത് C++ൽ ഒരു ഐഡൻറ്റിഫയർ ഫോളോ ചെയ്യേണ്ട എല്ലാ റൂൾസും സ്ട്രക്ചർ ടാഗ് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അതൊരു ഐഡൻറ്റിഫയർ ആണ്. സ്ട്രക്ചറിന് കൊടുക്കുന്ന നെയിം ആണ് സ്ട്രക്ചർ ടാഗ്. ഇനി സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ മെമ്പേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഡാറ്റ ഐറ്റംസിനെ കമ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഓരോ ഡാറ്റ ഐറ്റംസും രണ്ട് ബ്രേസിൻ്റെ ഇടയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ബ്രേസ് ഓപ്പൺ ചെയ്യും,
ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് ഏതായിരിക്കും? സ്റ്റുഡൻറ്റിന് ഐ ഡി ഉണ്ടാവും. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റിന് എന്തായാലും നെയിം ഉണ്ടാവും. അപ്പം ക്യാർ നെയിം ഓഫ് ടെൻ എക്സെട്ര എന്തൊക്കെ ഡാറ്റ ഐറ്റംസ് ആണോ നമ്മൾ ആ സ്ട്രക്ചറിൽ ഉൾക്കൊള്ളിക്കുന്നത് അതിനെയൊക്കെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. ഫൈനലി ബ്രേസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഇനി കുറച്ച് സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് സ്ട്രക്ട് ഡേറ്റ്. ഇവിടെ നമ്മൾ ഒരു ഡേറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡേറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? 3 പാർട്ട് ഉണ്ടാവും അല്ലേ? ഡേ ഉണ്ടാവും, മന്ത് ഉണ്ടാവും, ഇയർ ഉണ്ടാവും. 3 ഇൻഡിജേഴ്സ്. അതാണ് ഇൻറ്റ് ഡി ഡി, ഇൻറ്റ് എമ്മോ, ഇൻറ്റ് വൈ വൈ എന്നുള്ളത്. ഇനി ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റിലെ മന്തിനെ നമ്മൾ മന്തിൻ്റെ നെയിമാണ് പറയുന്നത് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഡാറ്റ ടൈപ്പിൽ അടുത്ത സ്ട്രക്ചറിൽ സ്ട്രക്ട് str ഡേറ്റ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇൻറ്റ് ഡേ നമ്പറായിട്ട് കാണിക്കുന്നത്. ക്യാർ മന്ത് ഓഫ് 10 അവിടെ നമ്മൾ മന്തിൻ്റെ നെയിമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതിനൊരു സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇയർ ഇൻഡിജർ ഡാറ്റ ടൈപ്പ്. സ്ട്രക്ചർ ക്ലോസ് ചെയ്തു. അപ്പോൾ സ്ട്രക്ട് എന്നുള്ള കീവേഡ് പറയുന്നത് വി ആർ ഡിഫൈനിങ് എ ന്യൂ ഡാറ്റ ടൈപ്പ് ഓഫ് ദി ടൈപ്പ് സ്ട്രക്ചർ str date and the structure members are int day, char month of 10, int year. അപ്പോൾ str date എന്ന് പറയുന്ന സ്ട്രക്ചറിൽ 3 മെമ്പേഴ്സ് ആണുള്ളത്. ഒന്നാമത്തത് ഇൻറ്റീജർ ആയിട്ട് ഡേ, രണ്ടാമത്തത് ക്യാരക്ടർ അറേ മന്ത്, മൂന്നാമത്തത് ഇൻറ്റ് ഇയർ. ഇനി നമ്മൾ str ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഒരു ഡാറ്റ ടൈപ്പ്. ആ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം അല്ലേ? ഇൻറ്റ് ഫ്ലോട്ട് എന്നൊക്കെ പറയുന്ന ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രക്ചർ ടൈപ്പുകൾ വെച്ചിട്ട് നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. തൊട്ട് താഴെ സ്റ്റുഡൻറ്റ് ഡേറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? 3 പാർട്ട് ഉണ്ടാവും അല്ലേ? ഡേ ഉണ്ടാവും, മന്ത് ഉണ്ടാവും, ഇയർ ഉണ്ടാവും. 3 ഇൻഡിജേഴ്സ്. അതാണ് ഇൻറ്റ് ഡി ഡി, ഇൻറ്റ് എമ്മോ, ഇൻറ്റ് വൈ വൈ എന്നുള്ളത്. ഇനി ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റിലെ മന്തിനെ നമ്മൾ മന്തിൻ്റെ നെയിമാണ് പറയുന്നത് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഡാറ്റ ടൈപ്പിൽ അടുത്ത സ്ട്രക്ചറിൽ സ്ട്രക്ട് str ഡേറ്റ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇൻറ്റ് ഡേ നമ്പറായിട്ട് കാണിക്കുന്നത്. ക്യാർ മന്ത് ഓഫ് 10 അവിടെ നമ്മൾ മന്തിൻ്റെ നെയിമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതിനൊരു സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇയർ ഇൻഡിജർ ഡാറ്റ ടൈപ്പ്. സ്ട്രക്ചർ ക്ലോസ് ചെയ്തു. അപ്പോൾ സ്ട്രക്ട് എന്നുള്ള കീവേഡ് പറയുന്നത് വി ആർ ഡിഫൈനിങ് എ ന്യൂ ഡാറ്റ ടൈപ്പ് ഓഫ് ദി ടൈപ്പ് സ്ട്രക്ചർ str ഡേറ്റ് ആൻഡ് ദി സ്ട്രക്ചർ മെമ്പേഴ്സ് ആർ ഇൻറ്റ് ഡേ, ക്യാർ മന്ത് ഓഫ് 10, ഇൻറ്റ് ഇയർ. അപ്പോൾ str ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ 3 മെമ്പേഴ്സ് ആണുള്ളത്. ഒന്നാമത്തത് ഇൻറ്റീജർ ആയിട്ട് ഡേ, രണ്ടാമത്തത് ക്യാരക്ടർ അറേ മന്ത്, മൂന്നാമത്തത് ഇൻറ്റ് ഇയർ. ഇനി നമ്മൾ str ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഒരു ഡാറ്റ ടൈപ്പ്. ആ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം അല്ലേ? ഇൻറ്റ് ഫ്ലോട്ട് എന്നൊക്കെ പറയുന്ന ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രക്ചർ ടൈപ്പുകൾ വെച്ചിട്ട് നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. തൊട്ട് താഴെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചർ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ഇൻറ്റ് അഡ്മിഷൻ നമ്പർ നമ്പറാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ഡാറ്റ ടൈപ്പ് വെച്ചു. സ്റ്റുഡൻറ്റ് നെയിം ക്യാരക്ടർ വെച്ചു. ഗ്രൂപ്പ് സ്ട്രിങ് ആണ്, അതും ക്യാരക്ടർ വെച്ചു. ഫ്ലോട്ട് ഫീസ് ഒരു ഫ്ലോട്ട് നമ്പർ ആയിരിക്കും, അതുകൊണ്ട് ഫ്ലോട്ട് വെച്ചു. ഇനി വേരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് മെമ്മറി അലോക്കേഷൻ. എങ്ങനെയാണ് സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ളത്? ഞാൻ പറഞ്ഞു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഡാറ്റ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം? അതിനുള്ള ഫോർമാറ്റ് സിൻടാക്സ് ആണ് സ്ട്രക്ട്, സ്ട്രക്ചർ ടാഗ്, വേരിയബിൾ 1, വേരിയബിൾ 2 എക്സെട്ര, വേരിയബിൾ ലൈൻ. സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡാണ്. സ്ട്രക്ചർ ടാഗ് സ്ട്രക്ചറിൻ്റെ നെയിമാണ്. വേരിയബിൾസ് നമ്മൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന വേരിയബിൾസിൻ്റെ ഒരു കോമ സെപ്പറേറ്റഡ് ലിസ്റ്റാണ്. എത്ര വേരിയബിൾസ് ആണ് ഉള്ളത് അത്രയും നമുക്ക് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തൊരു സിൻടാക്സ് നമ്മൾക്ക് വേണമെങ്കിൽ ഈ സ്ട്രക്ട് എന്നുള്ള കീവേഡ് ഒഴിവാക്കിയിട്ട് സ്ട്രക്ചർ ടാഗ് വേരിയബിൾ 1, വേരിയബിൾ 2 എക്സെട്ര, വേരിയബിൾ n. സ്ട്രക്ചർ ടാഗ് എന്താണ്? സ്ട്രക്ചർ നെയിമാണ്. വേരിയബിൾ 1, വേരിയബിൾ 2 എന്നുള്ളത് വേരിയബിൾസിൻ്റെ നെയിം. താഴെ എഴുതുന്നത് സ്ട്രക്ചർ ടാഗ് ഈസ് ദി നെയിം ഓഫ് ദി സ്ട്രക്ചർ and variable 1, variable 2 etc. where n are the structure variables.
ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഡേറ്റ് DOB ടുഡേ. ഡേറ്റ് എന്താണ്? നമ്മൾ തൊട്ട് മുന്നിലത്തെ സ്ലൈഡിൽ കാണിച്ച് ഡിഫൈൻ ചെയ്ത ഒരു സ്ട്രക്ചറാണ്. ആ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളാണ് DOB, അതുപോലെ തന്നെ ടുഡേ. അപ്പോൾ DOB എന്ന് പറയുന്ന വേരിയബിൾ ഏത് ടൈപ്പാണ്? ഡേറ്റ് ടൈപ്പാണ്. അതിൽ എന്തൊക്കെ ഉണ്ട്? ഇൻഡിജർ ആയിട്ട് ഒരു DD ഉണ്ട്, ഡേ സ്റ്റോർ ചെയ്യുക, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്. അപ്പോൾ ടുഡേ എന്ന് പറയുന്ന വേരിയബിളും എന്തൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും? ഒരു ഡേ സ്റ്റോർ ചെയ്യുക, മന്ത്, ഇയർ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഫോർമാറ്റിൽ സ്ട്രക്ട്. ഇതിനെ തന്നെ നമുക്ക് സ്ട്രക്ട് എന്നുള്ള കീവേഡ് വെച്ചിട്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സ്ട്രക്ട് ഡേറ്റ് DOB ടുഡേ. രണ്ടും ഒരേപോലെയാണ് വരുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഒരു സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെമ്മറി അലൊക്കേഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇവിടെ ഒരു മെമ്മറി അലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഈ സ്ലൈഡിൽ സ്ട്രക്ട് str ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻറ്റ് ഡേ ഉണ്ട്, ക്യാർ മന്ത് ഓഫ് 10 ഉണ്ട്, ഇൻറ്റ് ഇയർ ഉണ്ട്. ഡേ നമ്പറായിട്ടും മന്ത് നമ്മൾ നെയിമായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഇയർ നമ്പറായിട്ടും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ str ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളിൻ്റെ മെമ്മറി അലൊക്കേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ജോയിൻ ഡേറ്റ് എന്ന് പറയുന്നത് str ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്? str ഡേറ്റ് ജോയിൻ ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജോയിൻ ഡേറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ദി സ്ട്രക്ചർ str ഡേറ്റ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ ഒരു സ്ട്രക്ചർ വേരിയബിളിൽ 3 പാർട്ട് ഉണ്ടാവും. ഒന്നാമത്തെ പാർട്ടിൽ എന്തുണ്ടാവും? ഡേ ഉണ്ടാവും, അത് ഇൻഡിജർ ടൈപ്പാണ്. രണ്ടാമത്തെ പാർട്ടിൽ മന്ത് ഉണ്ടാവും, അത് ക്യാരക്ടർ അറേ ടൈപ്പാണ്. ഇയർ ഉണ്ടാവും, അത് ഇൻഡിജർ ടൈപ്പാണ്. അപ്പോൾ ഒരു ഇൻഡിജർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബൈറ്റ് വേണം. അതാണ് ഇവിടെ 4 ബൈറ്റ് അവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡേ എന്നുള്ള പാർട്ടിന്, ഡേ എന്നുള്ള മെമ്പറിന് 4 ബൈറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത് എന്നുള്ളതിന് 10 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ക്യാരക്ടറിന് 1 ബൈറ്റാണ് വേണ്ടത്, 10 ക്യാരക്ടേഴ്സിന് 10 ബൈറ്റ് വേണം. ഇയറിനും അതുപോലെ തന്നെ ഇൻഡിജറിന് 4 ബൈറ്റാണ് വേണ്ടത്. അപ്പോൾ 4 ബൈറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ വേരിയബിളിൻ്റെ മെമ്മറി അലോക്കേഷൻ ഉണ്ടാവുക. ഒരു സ്ട്രക്ചർ വേരിയബിളിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷൻ്റെ ഉള്ളിൽ എത്രയൊക്കെ ഡാറ്റാ ടൈപ്സ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എത്ര വേരിയബിൾസ് ആണ് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അത്രയും വേരിയബിൾസിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് എ സ്ട്രക്ചർ വേരിയബിൾ ക്യാൻ ബി ഡിക്ലെയർഡ് അലോങ് വിത്ത് ദി ഡെഫിനിഷൻ ഓൾസോ. നമ്മൾ സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പഠിച്ചു, അതിനുശേഷം സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സമയം തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യാം. അതിനൊരു എക്സാമ്പിളാണ് തൊട്ട് താഴെ കാണിച്ചിട്ടുള്ളത്. സ്ട്രക്ട് കോംപ്ലക്സ്. നമ്മളൊരു കോംപ്ലക്സ് നമ്പറിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കോംപ്ലക്സ് നമ്പറിന് എന്തൊക്കെ ഉണ്ടാവും? റിയൽ പാർട്ടും ഉണ്ടാവും, ഇമാജിനറി പാർട്ട് ഉണ്ടാവും. അതാണ് നമ്മൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് റിയൽ, ഷോർട്ട് ഇമാജിനറി. അതിനുശേഷം ബ്രേസ് ക്ലോസ് ചെയ്തു. നോർമലി നമ്മൾ എന്താ ചെയ്യുക? ബ്രേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെമികോളൻ ഇടും. ആ സെമികോളൻ ഇടുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചറിൻ്റെ വേരിയബിൾസിനെ കോമ സെപ്പറേറ്റഡ് ലിസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. അതാണ് ഇവിടെ C1 C2 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ C1 C2 എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് ടൈപ്പിലുള്ള 2 വേരിയബിൾസ് ആണ്. കോംപ്ലക്സ് ടൈപ്പിലുള്ള സ്ട്രക്ചർ വേരിയബിൾസ് ആണ് C1 C2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്ത സമയം തന്നെ ഡിക്ലെയർ ചെയ്യാനും പറ്റും. ഇനി അടുത്തത് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. നമ്മളിപ്പോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ആ വേരിയബിൾസിന് വാല്യൂസ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ വേരിയബിൾസ്, നമ്മളൊരു ഇൻഡിജർ വേരിയബിൾസിന് എങ്ങനെയാണ് വാല്യൂ കൊടുക്കുക? ഇൻറ്റ് a is equal to 10. അങ്ങനെ a എന്ന് പറയുന്ന ഇൻഡിജർ വേരിയബിളിൽ 10 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ അതാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഇനി സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷനുള്ള സിൻടാക്സ്: സ്ട്രക്ചർ ടാഗ് വേരിയബിൾ നെയിം ഈക്വൽ ടു ബ്രേസ് ഓപ്പൺ ചെയ്യാം, വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര വാല്യൂ n. അപ്പോൾ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ നെയിം ആയിരിക്കും. ഇനി ആ സ്ട്രക്ചർ നെയിം വെച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന വേരിയബിളിൻ്റെ നെയിമാണ് വേരിയബിൾ ഇസ് ഈക്വൽ ടു വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര ഒരു കോമ സെപ്പറേറ്റഡ് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്.
അപ്പോൾ അതിലുള്ള ഓരോ വാല്യൂസും സ്ട്രക്ചറിനുള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത സ്ട്രക്ചർ മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, ഓരോ സ്ട്രക്ചർ മെമ്പറിനും 1 by 1 ആയിട്ട് അസൈൻ ചെയ്തു. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റുഡൻറ് എസ് എന്ന് പറയുന്നതാണ് സ്ട്രക്ചർ വേരിയബിൾ. is equal to 3452, വൈശാഖ് സയൻസ് 270.00 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3452 എങ്ങോട്ടേക്ക് അസൈൻ ചെയ്യും? ഐഡിയിലോട്ട് അസൈൻ ചെയ്യും. വൈശാഖ് എന്നുള്ളത് സ്റ്റുഡൻറ് എസിൻ്റെ നെയിമിലോട്ട് അസൈൻ ചെയ്യും. സയൻസ് എന്നുള്ളത് എസിൻ്റെ ഗ്രൂപ്പിലോട്ട് അസൈൻ ചെയ്യും. 270 എന്നുള്ളത് എസിൻ്റെ ഫീൽഡിലോട്ട് അസൈൻ ചെയ്യും. ഇങ്ങനെയാണ് സ്ട്രക്ചർ വേരിയബിൾസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഒരു കോമ സെപ്പറേറ്റഡ് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിട്ടാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നത്. ഇനീഷ്യലൈസേഷൻ 1 by 1 ആയിട്ടാണ് നടക്കുന്നത്. ഇനി if we do not provide the values for all the elements, the given values will be assigned to the elements on first come first served basis. The remaining elements will be assigned with 0 or null depending on the numeric or string. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഈ ഇനീഷ്യലൈസേഷൻ ലിസ്റ്റിൽ എല്ലാ മെമ്പേഴ്സിനുള്ള വാല്യൂസും കൊടുത്തിട്ടില്ലെങ്കിൽ കമ്പൈലർ എങ്ങനെ അസൈൻ ചെയ്യാം? നമ്മൾ കൊടുത്ത വാല്യൂസിനെ 1 by 1 ആയിട്ട് ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് ആദ്യം വന്നതിനെ ആദ്യമുള്ള രീതിയിൽ ഇനീഷ്യലൈസ് ചെയ്യും. എന്നിട്ട് അവസാനം ബാക്കി വരുന്നതിന് ഒന്നുകിൽ നള്ള് വെച്ചിട്ടും അല്ലെങ്കിൽ 0 വെച്ചിട്ടും ഇനീഷ്യലൈസ് ചെയ്യും. അതായത് ക്യാരക്ടർ ആണെങ്കിൽ നള്ള് വെച്ചിട്ടും ഇൻഡിജറോ ഫ്ലോട്ടോ നമ്പേഴ്സ് ആണെങ്കിൽ 0 വെച്ചിട്ടും അസൈൻ ചെയ്യും. A structure variable can be assigned with the values of another structure variable, but both of them should be of the same structure type. ഇതല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്കൊരു ഇൻറ്റ് എ ഉണ്ട്, ഇൻറ്റ് ബി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എ ഇസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ബിയിലെ വാല്യൂസിനെ എയിലോട്ട് കോപ്പി ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ വേരിയബിളിൻ്റെ വാല്യൂവിനെ വേറൊരു സ്ട്രക്ചർ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വേരിയബിൾസും ഒരു സെയിം സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ആയിരിക്കണം. സ്റ്റുഡൻറ് എസ് ടി ഇസ് ഈക്വൽ ടു എസ് എന്ന് നമുക്ക് കൊടുക്കാം. ആ സമയത്ത് എന്തായിരിക്കണം? എസ് എന്ന് പറയുന്നതും എസ് എന്ന് പറയുന്ന വേരിയബിൾ എന്തായിരിക്കണം? സ്റ്റുഡൻറ് ടൈപ്പിലുള്ള വേരിയബിൾ ആയിരിക്കണം. എസും സ്റ്റുഡൻറ്റിൻ്റെ വേരിയബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? സ്റ്റുഡൻറ് എസ് ടി ഇസ് ഈക്വൽ ടു എസ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഈ സമയത്ത് എസ് എന്ന് പറയുന്ന വേരിയബിളിലെ മെമ്പേഴ്സിൻ്റെ വാല്യൂസ് 1 by 1 ആയിട്ട് എസ് ടി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ മെമ്പേഴ്സിലോട്ട് അസൈൻ ചെയ്യും. ഇനി ആക്സസിങ് ദി എലമെൻറ്റ്സ് ഓഫ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ വേരിയബിൾസിലെ എലമെൻറ്റിന് നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് പീരീഡ് ഓർ ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയും. സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം എന്നതാണ് സിൻടാക്സ്. ഏതാണോ നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ ആ നെയിം ഡോട്ട് എലമെൻറ്റിൻ്റെ നെയിം. ഫോർ എക്സാമ്പിൾ ടുഡേ ഡോട്ട് ഡി ഡി ഇസ് ഈക്വൽ ടു 10. ടുഡേ എന്താണ്? ഏത് സ്ട്രക്ചറിൻ്റെയാണ്? ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളാണ് ടുഡേ. ഡേറ്റിൽ എന്തൊക്കെയുള്ളത്? ഡി ഡി ഉണ്ട്, എം എം ഉണ്ട്, വൈ വൈ ഉണ്ട്. ടുഡേ ഡോട്ട് ഡി ഡി. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചറിലെ മെമ്പറിനെ ആക്സസ് എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നത്. സ്ട്രക്ചർ വേരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം. നെക്സ്റ്റ് strcpy ഓഫ് അഡ്മിഷൻ ഡേറ്റ് മന്ത് ജൂൺ കൊടുത്തിട്ട് strcpy എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കോപ്പി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പം ജൂണിനെ എങ്ങോട്ട് കോപ്പി ചെയ്യും? അഡ്മിഷൻ ഡേറ്റ് ഡോട്ട് മന്തിലോട്ട് കോപ്പി ചെയ്യും. അഡ്മിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രക്ചർ വേരിയബിൾ ആയിരിക്കും. അതിൽ മന്തിലോട്ട് ജൂണിനെ കോപ്പി ചെയ്യും. സിഇൻ S1 ഡോട്ട് അഡ്മിഷൻ നമ്പർ. അപ്പോൾ എന്താ ചെയ്യുന്നത്? അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന എലമെൻറ്റിലോട്ട് ഇൻപുട്ട് സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൽ നിന്ന് ഒരു വാല്യൂസ് എടുക്കും. സി ഔട്ട് C1 ഡോട്ട് റിയൽ പ്ലസ് C2 ഡോട്ട് റിയൽ. C1 എന്താണ്? കോംപ്ലക്സ് നമ്പർ ആണല്ലോ. സ്ട്രക്ചർ കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു വേരിയബിളാണ് C1. C2 കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു വേരിയബിളാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും റിയൽ പാർട്ട് ആക്സസ് ചെയ്ത് തന്നെയാണ് C1 ഡോട്ട് റിയൽ പ്ലസ് C2 ഡോട്ട് റിയൽ. അപ്പം C1 C2 ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലോട്ട് ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് ഇസ് നെസ്റ്റഡ് സ്ട്രക്ചർ. നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് തന്നെയാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്.
An element of a structure may itself be another structure. Such a structure is known as nested structure. സിമ്പിൾ ഒരു സ്ട്രക്ചറിനുള്ളിൽ നമ്മൾക്ക് വേറൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിന് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡേറ്റിൽ നമ്മളൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ട്, ഡേ, മന്ത്, ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. അതിൽ അഡ്മിഷൻ നമ്പർ ഇൻറ്റു കൊടുത്തിട്ടുണ്ട്, ക്യാരായിട്ട് നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൽ അഡ്മിഷൻ ഡേറ്റിനും വേണം. അഡ്മിഷൻ ഡേറ്റ് സ്റ്റുഡൻറ്റിൽ കൊടുക്കണം. അപ്പോൾ അഡ്മിഷൻ ഡേറ്റിന് എന്താണ്, ഓൾറെഡി ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിഫൈൻ ചെയ്ത് വെച്ച സ്ട്രക്ചറിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഡേറ്റ് DT_AD എന്നുള്ളത്. ഡേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്, ഒരു സ്ട്രക്ചർ ടൈപ്പാണ്. നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഡേറ്റ് എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചർ യൂസ് ചെയ്തു. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ നെസ്റ്റഡ് സ്ട്രക്ചർ വേറൊരു രീതിയിലും യൂസ് ചെയ്യാം. സ്ട്രക്ട് സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇൻഡ് അഡ്മിഷൻ നമ്പർ, ക്യാർ, നെയിം. എന്നിട്ട് അതിൻ്റെ കൂടെ താഴെ എഴുതിയിട്ടുള്ളത് പിന്നെ സ്ട്രക്ട് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷനാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ആദ്യം ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ദെൻ രണ്ടാമത്തെ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ആദ്യത്തെ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ യൂസ് ചെയ്തു. സെക്കൻഡ് മെത്തേഡിൽ എന്താ ചെയ്തിട്ടുള്ളത്, ഒന്നാമത്തെ സ്ട്രക്ചറിന് സ്റ്റുഡൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനും വേരിയബിൾ ഡിക്ലറേഷനൊക്കെ ഒരുമിച്ച്. ഇത് രണ്ട് മെത്തേഡിൽ എഴുതിയാലും ഒരേപോലെയാണ്, നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ എഴുതാം. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ആദ്യത്തെ സ്ട്രക്ചർ വേറെ എഴുതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര സ്ട്രക്ചറിൽ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. എവിടെയാണെങ്കിൽ ഡെഫിനിഷൻ ബിയിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനുള്ളിൽ മാത്രമേ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡെഫിനിഷൻ എയിലാണെങ്കിൽ എയിലുള്ള പോലെ ചെയ്യുവാണെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്ക് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അത് മാത്രമാണ് ഡിഫറൻസ്. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ വിത്തിൻ സ്ട്രക്ചർ, അതിനാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന നേരത്തെ ഡിക്ലെയർ ചെയ്ത സ്ട്രക്ചറിന് നെസ്റ്റഡ് സ്ട്രക്ചറിൽ ഒരു വേരിയബിൾ ഇനീഷ്യലൈസേഷൻ സ്റ്റുഡൻറ്റ് S=4325, അത് ഐഡിയിലോട്ട് പോകും. വിശാൽ നെയിമിലോട്ട് പോകും. പിന്നെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അടുത്ത സ്ട്രക്ചർ വേരിയബിൾ, അതായത് അഡ്മിഷൻ ഡേറ്റിന് കൊടുത്ത സ്ട്രക്ചർ വേരിയബിളിലോട്ടാണ് അത് പോവുക. 10/11/1997 എന്നുള്ളത് അതിൽ ഡേറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ DD/MM/YYയിലോട്ട് പോകും. 575 എന്നുള്ളത് ഫീസിലോട്ട് പോകും. അപ്പോൾ C/out S. അഡ്മിഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഇത് പ്രിന്റ് ചെയ്ത് വരും, 4325 പ്രിന്റ് ചെയ്ത് വരും. S.DT_admission.day. അപ്പോൾ കണ്ടോ, രണ്ട് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രക്ചർ, ഡോട്ട് അതിൻ്റെ മെമ്പറാണ് DT അഡ്മിഷൻ, അതിൻ്റെ മെമ്പറാണ് എന്ത്, ഡേ. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്മിഷൻ മന്തിന് S ഫസ്റ്റ് സ്ട്രക്ചേഴ്സ് വേരിയബിൾ, ഡോട്ട് അതിൻ്റെ എലമെൻറ്റ് DT_admission, അതിൻ്റെ എലമെൻ്റാണ് ഡോട്ട് മന്ത്. അപ്പോൾ അതിന് മന്ത് പ്രിന്റ് ചെയ്ത് വരും, 11 ഉള്ളത് പ്രിന്റ് ചെയ്ത് വരും. അതുപോലെ തന്നെ അഡ്മിഷൻ ഇയർ 1997 പ്രിന്റ് ചെയ്ത് വരും. ഇനി array വേഴ്സസ് സ്ട്രക്ചർ. കമ്പാരിസൺ ബിറ്റ്വീൻ array ആൻഡ് സ്ട്രക്ചറാണ്. arrays ഒന്നാമത്തത് arrays derived ഡാറ്റ ടൈപ്സ്, അതായത് ഓൾറെഡി C++ ഉണ്ടായിരുന്ന ബിൽറ്റ്-ഇൻ ഡാറ്റ ടൈപ്സ് ആയ ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ ഇതിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്തെടുത്ത ഡാറ്റ ടൈപ്സ് ആണ് array. സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. യൂസറാണ് ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നത്, അതാണ് സ്ട്രക്ചർ. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് പറയുന്നത്. രണ്ടാമത്തെ ഡിഫറെൻറ്റ്, array is a collection of same type of ഡാറ്റ ആണ്. സ്ട്രക്ചർ is a collection of different types of ഡാറ്റ ആണ്. arrayയിൽ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റേൻ്റെ ഒരു കളക്ഷനാണ് ഉണ്ടാകുന്നത്. ആ കളക്ഷനിലുള്ള എല്ലാ ഡാറ്റയും ഒരേ ടൈപ്പ് ആയിരിക്കും. സ്ട്രക്ചറിലാണെങ്കിൽ ഒരു കളക്ഷനാണ്, പക്ഷേ ഡാറ്റാസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ആയിരിക്കും. അത് നമ്മളൊരു ലോജിക്കൽ റിലേഷൻസ് ഉണ്ടാവും. ദെൻ എലമെൻറ്റ്സ് ഓഫ് എൻ array are referenced using corresponding subscripts.
അറേയിലെ എലമെന്റ്സിന് നമ്മൾ ആക്സസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഒരു ഇൻഡ് എ ഓഫ് 10 ആണെങ്കിൽ അതിൽ ഓരോ എലമെന്റിനും നമ്മൾ ആക്സസ് ചെയ്യുന്നത് എ ഓഫ് 0, എ ഓഫ് 1, എക്സെട്ര എ ഓഫ് 9 എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അറേയിലെ എലമെന്റ്സിന് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. അതാണ് എലമെന്റ്സ് ഓഫ് structureലെ elements of structures are referenced using a dot operator. When an element of an array becomes another array, multi-dimensional array is formed. ഒരു അറേയിൽ വേറൊരു അറേ വരുന്ന സമയത്ത് നമ്മൾ അതിനെ അറേയുടെ ഡയമെൻഷനാണ് കൂടുന്നത്. മൾട്ടി ഡയമെൻഷണൽ അറേ ആണ് വരുന്നത്. സ്ട്രക്ചറിന്റെ കേസിലാണെങ്കിൽ എന്താ വരുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചറാണ്, നെസ്റ്റിംഗ് ഓഫ് സ്ട്രക്ചറാണ് ഒരു സ്ട്രക്ചറിനുള്ളിൽ വേറൊരു സ്ട്രക്ചർ വരുമ്പോൾ ഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ്, അറേ ഓഫ് സ്ട്രക്ചർ ഇസ് പോസിബിൾ. ഒരു സ്ട്രക്ചറിന് നമ്മൾക്ക് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാം. ഒരു സ്ട്രക്ചർ വേരിയബിളിന് തന്നെ ഒരുപാട് വേരിയബിൾസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ എസ്, ആ എസിൻ്റെ ആ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾക്ക് എത്ര സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എസ് ഓഫ് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് എസ് ഓഫ് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അതൊരു അറേ ഓഫ് സ്ട്രക്ചറാണ്. എസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു അറേയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ് ഓഫ് 100 എന്ന് പറയുന്നത് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. തിരിച്ചിട്ട് സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അറേ ആസ് എലമെൻറ്റ്സ്. അതുപോലെ തന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? സ്ട്രക്ചറിൻ്റെ എലമെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അറേനെ യൂസ് ചെയ്യാം. സ്ട്രക്ചറിൻ്റെ എലമെൻറ്റിൽ നമ്മൾ ഇൻറ്റും ഫ്ലോട്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒക്കെ എന്താ ചെയ്യാം? അറേ യൂസ് ചെയ്യാം. ഇത്രയാണ് അറേയും സ്ട്രക്ചറും തമ്മിലുള്ള കമ്പാരിസൺ. ഇതോടെ സ്ട്രക്ചർ എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൺക്ലൂഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വാട്ട് ഈസ് എ സ്ട്രക്ചർ? സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് dissimilar data types which are logically related. These structures combines different types of data under a single unit. State whether this is true or false. That is true one. Structure is a collection of logically related different data types under a common name. So, question true one. Which of the following is true for accessing an element of a structure? Structure dot element, structure tag dot element, structure variable dot element, structure tag dot structure variable. Which of the following is true for accessing an element of structure? Accessing an element of structure എന്താണ്? Structure variable dot element or structure tag dot element ആണോ? അല്ല, structure variable dot element. What is nested structure? Structure within another structure is called nested structure. A subscript is for array. Dot is associated with structure. Structure elements നമ്മൾ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.